ഹായ് ഗായ്സ്. അപ്പോൾ നമുക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് കണിച്ചുകുളങ്ങര അമ്പലത്തിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ടെമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ അല്ല, ഗെറ്റ് റെഡി വിത്ത് അസ്. അതെ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഞങ്ങൾ രണ്ട് കണ്ണാടി വെച്ചിട്ടില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കണ്ണ് കാണാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ഇവക്ക് മേക്കപ്പ് ചെയ്യും, പാറു എനിക്ക് മേക്കപ്പ് ചെയ്ത് തരും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇതൊരു സാധാ ഒരു ഫൗണ്ടേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരു BB ക്രീമാണ്. എൻ്റെ സൺസ്ക്രീൻ തീർന്നു പോയി ഗൈസ്, അതുകൊണ്ട് ഇതിട്ട് നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ കയ്യിൽ വെച്ചാണ് ചെയ്യുന്നത്. ഇതൊക്കെ തീർന്നു പോയി ഗൈസ്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. യെസ്. അപ്പൊ നമ്മളിന്ന് കണിച്ചുളങ്ങര അമ്പലത്തിലാണ് പോകുന്നത്. അപ്പൊ ഞങ്ങളിവിടെ പാട്ടൊക്കെ പാടാറുണ്ട് ഇടക്ക്, അമ്പലത്തിൽ പോയി കച്ചേരി. ഇന്ന് നമ്മുടെ കൗശിക് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ, എനിക്കറിയില്ല, കൗശിക് പാട്ട് പാടുന്ന ഒരു, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, കുട്ടിയുടെ പരിപാടി ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡി ആവുന്നത്. വലുതായിട്ടൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ. ഇത് ഫൗണ്ടേഷൻ അല്ല, ശരിക്കും ഇതൊരു BB ക്രീം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ചുമ്മാ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ആയ തോന്നുന്നത് അടുത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അയ്യോ ലൈറ്റ് വിടുള്ള. ആ ഓക്കെ. ഇങ്ങോട്ട് നോക്ക്. അപ്പൊ നമ്മള് ഇതിങ്ങനെ ചുമ്മാ ഫുൾ ഇട്ട് കൊടുക്കുക. ഇത് ഭയങ്കര രസമാണ്, ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇതിങ്ങനെ ഫുള്ള് നമ്മള്, അയ്യോ ഇതൊന്നും ബ്ലെൻഡ് ആയിട്ടില്ലല്ലേ, ഇതിങ്ങനെ ഇങ്ങനെ 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 നമ്മള് ടാപ്പ് ചെയ്ത് അങ്ങനെ ഫുള്ളായി തോന്നുന്നത്. അയ്യോ കണ്ണു കാണാൻ വയ്യാത്തവരെ ആരും കളിയാക്കരുത് ഗൈസ്, കമന്റിലൊന്നും വന്ന്. എല്ലാം ബ്ലെൻഡ് ആയി എന്ന് തോന്നുന്നു. ആ നന്നായിട്ട് അടിച്ചു, എനിക്ക് ദേഷ്യം വന്ന്. ഇനി നമുക്ക് ഐ ഷാഡോ. നമ്മള് പണ്ട് തൊട്ട് ഇങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക ചെയ്യുന്ന ഒരു ടൈപ്പാണ്. എപ്പോഴും ഇങ്ങനെയാ, കൊച്ചിലാണെങ്കിലും എന്നെ ഫുള്ളിട്ട് ഉപദ്രവിക്കും. ഇവളായിരുന്നു ഗുണ്ട. അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു ഗോൾഡൻ ഡ്രസ്സൊക്കെയാണ്, ഗോൾഡൻ ലെഹങ്കയാണ്. അപ്പൊ നമ്മൾ ബ്ലൗസ് ഇട്ടിട്ടുണ്ട്, സ്കേർട്ടും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവള് ഭയങ്കര സാധനമായിരുന്നു കൊച്ചിലെ. ഇവളെ എന്നെ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. എന്നിട്ട് 2 വയസ്സുള്ളപ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കര ഡ്രാമയായിരുന്നു, ഇങ്ങനെ വഴക്കിട്ട് കരഞ്ഞൊക്കെ ബോധം കിട്ടി. ഡ്രാമ എനിക്കറിയത്തില്ല, ചിലപ്പോ കരയുമ്പോ. പണ്ട് എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, കരഞ്ഞായിരുന്നു ഇങ്ങനെ ഞാൻ ബോധം കെട്ട് വീഴുമായിരുന്നു. അതെന്താന്നൊന്നും ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചാണല്ലേ, അങ്ങനെയൊക്കെ വീഴുമായിരുന്നു. ഇവള് ഓൾറെഡി എന്താ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാണ് കഴിച്ചിരിക്കുന്നത്, ഞാനാണ് നാച്ചുറൽ ആയിട്ട്. ഇവള് ഓൾറെഡി ഗെറ്റ് റെഡി വിത്ത് മീ ആണ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ അതാ കണ്ണില് നല്ല രസമുണ്ടല്ലേ, കുറച്ചുകൂടി ഇട്ടേക്ക മിന്നിങ്ങട്ടെ. അപ്പൊ കണ്ണെങ്ങനെയുണ്ട്? ഐഷാഡോ ഇട്ടൊന്നും അറിയുന്നില്ലല്ലേ, ഗോൾഡൻ ഐഷാഡോ, ലൈറ്റ് കുറച്ച് ഗോൾഡൻ, അതാ മനസ്സിലാവാത്ത. അപ്പൊ എന്തായാലും നമുക്കിനി ചിലപ്പോഴേ ഞങ്ങൾ ഇത് ഇടത്തുള്ളൂ, മിക്കവാറും ഇത് ഊരി കളയും. ചൂടുമാകുന്നു ഇപ്പൊ തന്നെ, എന്തിനാണോ ഒരുങ്ങുന്നത്. പിന്നെ നമ്മൾ ഐലൈനർ ആണ്. അതെ, ആ ഐലൈനർ ഇടുന്ന രസം നിങ്ങൾ പറയണേ. രണ്ടുപേരും ഐലൈനർ ഇടുന്നതൊക്കെ സെയിം പോലെയൊക്കെയാണ് തോന്നുന്നു. എങ്കിലും ഞങ്ങൾ പണ്ട് +2 നമുക്ക് സ്കൂളിൽ പോകാൻ നേരത്തൊന്നും ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ട് ഐലൈനർ ഒന്നും ഇടത്തില്ലായിരുന്നു. പിന്നെയാണ് ഐലൈനർ എഴുതാനൊക്കെ തുടങ്ങി. കഴിഞ്ഞില്ലേ? എനിക്ക് ഫോണിൽ നോക്കി അങ്ങനെ എഴുതാൻ അറിയില്ല, എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുകയാണ്. ഞാനൊരു പാട്ട് പാടിത്തരാം. അപ്പം എന്ത് പാട്ട് പാടുന്നു?
ഞാൻ എന്തെങ്കിലും പാട്ട് പാടാം. നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള പാട്ടൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ പാടിത്തരാം അടുത്ത ഷോർട്സിലൊക്കെ. പിന്നെ ചുമ്മാ ഒരു പാട്ട് എടുത്തരാം. എന്ത് പാടുന്നത്? ആരാധികേ മഞ്ഞുതീരം വഴി. അയ്യോ എനിക്ക് എൻ്റെ ലിറിക്സ് അറിയത്തില്ല, ഞാൻ വേറെ എന്തെങ്കിലും പാടാം. എൻ്റെ ലിറിക്സ് അറിയാവുന്നൊരു പാട്ട് പറഞ്ഞേ. അമ്പലപ്പുഴ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓടി വന്നോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാൻ ഓടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്നെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായി ഓടി വന്നതാണു ഞാൻ. ഇങ്ങനെയാണ് തോന്നുന്നത് ലിറിക്സ്. ഇങ്ങനെ അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ, എനിക്ക് കുറെ നാളായി പാട്ട് പാടിയിട്ട്. ഇനി ഞാൻ മതി നമസ്കാരമൊക്കെ ഇടുന്നത്. ഗൈസ് എൻ്റെ ഐലൈനർ കഴിഞ്ഞു. എൻ്റെ ഐലൈനർ എൻ്റെ അപ്പൊ ഇനി ഞാൻ ഐലൈനർ എഴുതുന്നത്. ആറുവിന്റെ കണ്ടെഴുതലാണ്. ആറു ഇതിലൊരു പ്രോയാണ് ഗൈസ്. നോക്കട്ടെ, എനിക്ക് കണ്ണാടാൻ വയ്യ, അതുകൊണ്ട് അവൾ എങ്ങനെ എഴുതണെന്നൊന്നും എനിക്ക് കണ്ട നശിപ്പിച്ച്. ഓ ഇനി എന്റെ അല്ലല്ലോ, ഞാൻ എന്ത് ചെയ്ത് ഞാൻ ചെയ്തോണ്ട് നമ്മൾ പാട്ട് വരെ പാടിക്കൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ അറിയത്തില്ല, ഈ കണ്ണിനെ സെറ്റപ്പായിട്ട് എഴുതി. എനിക്ക് ഇവിടെ ക്യാമറ നോക്കി എഴുതാൻ ഒരു വശമില്ലതാ. അപ്പൊ നമ്മള് താഴത്തും കൂടെ ഒന്ന് എഴുതി കൊടുക്കുക, ജസ്റ്റ് സിമ്പിളായിട്ട്. സിമ്പിള്. അപ്പൊ നമ്മള് കണ്ണെഴുതി മുഖത്ത് ഓരോന്നൊക്കെ ഇട്ടേ. ഇനി നമ്മൾ ഒന്ന് പിരികം സെറ്റ് ആക്കുകയാണ്. അയ്യോ കൂടിപ്പോയി കുറച്ച്. എന്റെ ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഗൈസ്. അതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. എന്റെ കട്ടിലിൽ നിന്ന് ആരോ, ഈ പാറുവാണോ അതോ ലച്ചാണോ എന്നറിയില്ല, തടഞ്ഞിട്ടതാ. ഞാനാകാൻ വഴിയില്ല, അറിയാതെ ഒട്ടും വേണ്ടിയില്ല. ഇവള് പണ്ട് ഭയങ്കര ക്രിമിയായിരുന്നു, അങ്ങനെ വല്ല വീണതാകാൻ ചാൻസ് ഉള്ളൂ. ഇവള് ഒരു ക്രിമി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിമിയായിരുന്നു. പണ്ട് ഞങ്ങള് എൻ്റെ ഒരു കസിൻ ഇങ്ങനെ വെള്ളത്തില് എന്താ കുളിക്കാൻ കൊണ്ടുപോകത്തില്ലേ, അങ്ങനെ കൊണ്ടുപോയിട്ട് ഇതൊഴുകിപ്പോയി. ഇതാണ് ഞാൻ ഒഴുകിപ്പോയി. അപ്പൊ ഞാൻ ഉടനെ ആ കസിനോട് എന്റെ കൊച്ചിനെ കൊല്ലുന്നോടാ, എന്റെ കൊച്ചിനെ കൊല്ലാൻ നോക്കിയോടാ ഞാൻ അവരോട് ബഹളമൊക്കെ വെച്ച് അങ്ങനെ ഇവള് തിരിച്ച് കിട്ടി. വേസ്റ്റ്, വെറും വേസ്റ്റ്. ഇഷ്ടല്ല. ഓക്കെ അപ്പൊ ഇനി ഞാൻ പിരികം കൂടെ എഴുതിട്ട് ഈ പിരികം സെറ്റാക്കും. ട്രാൻസ്ലേഷൻ. അപ്പൊ നമ്മള് പിരികം കണ്ണൊക്കെ സെറ്റാക്കി. ലിപ്സ് ഇല്ല, ബ്ലഷ്. ബ്ലഷ് ഇല്ലാണ്ടൊരു ജീവിതമല്ല. അയ്യോ ഇവിടുത്തെ കറണ്ട് പോയി. പക്ഷെ കറണ്ടായാലും കുഴപ്പമില്ല, ലൈറ്റ് ഉണ്ട്. കുറച്ച് കൂടുതൽ ചുട്കീനെ പോലെയല്ലേ ഗൈസ്? അയ്യോ ഈ കുട്ടികൾക്കൊക്കെ ചുട്കീനെ അറിയാവോ? ചോട്ടാ ഭീമ കൊണ്ടോ ഇപ്പോഴും. ഞാൻ അത് കുറച്ച് തുടച്ചോളട്ടെ, കൂടുതലാണ്. കറണ്ട് വരുന്നോ പോകുന്നു, കറണ്ട് വരുന്നോ പോകുന്നു, എന്തോ ആവോ. ഞാൻ ചുട്കിയാവാണ്. വീഡിയോയിൽ എത്ര കൂടുതൽ തോന്നുന്നത്, അല്ലെങ്കിൽ അത് കണ്ണടി നോക്കിട്ട് പോവാ. വീഡിയോയില് കൂടുതലാണെങ്കിൽ കുറച്ച് മുക്കിലൊക്കെ ഇടും. കുറച്ച് ഇവിടെ, കുറച്ച് ഇവിടെ. ഇവിടെ ഒന്ന് തുടക്കം കുറച്ച് പിന്നെ തുടക്കണ്ടേ? തുടച്ച്. ഇവള് പണ്ടോട്ടെ ഞാൻ പറഞ്ഞില്ലേ, ഇവളെ കുറച്ച് സാധനവും ഞാൻ ഭയങ്കര പാവായിരുന്നു. എന്നിട്ട് ഒരു ദിവസം ലിഫ്റ്റിൽ വെച്ച് ഇവള് ചിലപ്പോൾ നിർത്തുക ക്ലാസ്സിൽ നിന്ന് സംസാരിച്ച് ഭയങ്കര സംസാരം. എന്നിട്ട് ലാസ്റ്റ് എന്താ, ലീഡർ ഇവളുടെ പേര് എഴുതുന്നതിന് പകരം എന്റെ പേര് എഴുതി കൊടുത്തു. ടീച്ചറൊന്നും ഒരു ചോദ്യം പറഞ്ഞൊന്നുമില്ല, പിടിച്ചൊറ്റടി. ഞാൻ പറഞ്ഞു എന്റെ ബെഗ്ലി സിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാൻ. എന്നെ കുറെ അടിച്ചു കഴിഞ്ഞപ്പോ ആ ടീച്ചറിന്റെ അടുത്ത് അവൻ പറയാ ടീച്ചർ മാറിപ്പോയി, ആള് മാറിപ്പോയതാണ്. അവൻ എനിക്ക് കൂടി തല്ലിട്ടില്ല. നല്ല ഇറിച്ച ലിപ്സ്റ്റിക് ഓവറാണ്. ഞാനിപ്പോ ഓവറായിട്ട് ലിപ്സ്റ്റിക് ഇടുന്നില്ല ഗൈസ്. ഇല്ല ഗൈസ്, ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കാണിച്ചു തരാം. നീ ഇത് താഴ്ത്തു എഴുത്തുവാ. സോറി. ഹായ് നുണക്കുഴി കണ്ടോ? ഞാൻ ഈ ഉണ്ടാക്കിയതാണ്. ഇവിടെ എങ്ങനെയാണ് നുണക്കുഴി ഉണ്ടാക്കിയത്? 4ാം ക്ലാസ്സിൽ എന്തോ ഒരു വീഡിയോ കണ്ട് നുണക്കുഴി ഇങ്ങനെ കുത്തിയാ വരുമെന്ന്. അപ്പൊ തൊട്ട് ഇവള് കുത്തി നുണക്കുഴി വന്നതാ. കണ്ടോ? കുറച്ച് നുണക്കുഴി. ആരും വീട്ടിൽ പരീക്ഷിക്കരുത്, എന്റെ ദൈവമേ, ഞാനിതിന് ഉത്തരവാദിയല്ല. എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ അധികം സംസാരിക്കാൻ അറിയത്തില്ല. ഞാനിങ്ങനെ മേക്കപ്പിന്റെ അകത്തോട്ട് ഇങ്ങനെ ആയിപ്പോകും. ലിപ്സ്റ്റിക് തരും. ലിപ്സ്റ്റിക് ഭയങ്കര ഓവർ. ഞാൻ ഓർത്ത് ഇവള് റെഡ് ലിപ്സ്റ്റിക് ആയിരിക്കും ഇടണേന്ന്.
അമ്പലത്തിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഇറച്ചി നിൽക്കുവാന്ന് ഓർത്തു. ഗൗരിയുടെ കഥകളിക്ക് കുഴപ്പമില്ല. ഇല്ല, അയ്യോ നോക്കട്ടെ. നീ ഇങ്ങനെ കിടന്ന് ഇളകാതെ. ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ കുറച്ചു. ഇപ്പൊ ഇറക്കുക സെയിം ആയില്ലേ? ബൈ ദ വേ, ഞങ്ങളെ കാണാൻ ഒരേപോലെ ആണോ? ചിലവർ പറയും ഞങ്ങളെ കാണാൻ സെയിം പോലെയാണ്, ചിലവർ പറയും ഞങ്ങളെ കാണാൻ ഡിഫറൻസ് ഉണ്ട്. പണ്ട് ഭയങ്കര ഐഡന്റിക്കൽ ആണ്, എന്റെയും കൂടെ ഫുഡ് എടുത്ത് തിന്നും. അല്ല, എനിക്ക് കുറച്ച് വണ്ണം കൂടുതലാ. പൊട്ട് തൊടാൻ ഗൈസ്. മുടിയൊക്കെ പെരന്ന് കിടക്കുന്നു. പറഞ്ഞു ഓക്കെ. നമ്മളിടക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോ ചിക്കനൊക്കെ കുറച്ച് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കാണാറുണ്ട് ഗൈസ്. അവരുടെ കൂടെ ഒക്കെ ഫോട്ടോയും നമ്മളൊക്കെ എടുക്കാറുണ്ട്. ഞാൻ അത് ഒരെണ്ണം കൊടുത്തേക്കാം. ചില ഒരാളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അന്ന് കുറച്ച് നേരം കണ്ടത്. പക്ഷെ ഒരാളുടെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വീഡിയോസ് കൂടുതലും കാണുന്ന കുഞ്ഞു കുട്ടികളാ. അപ്പൊ ഞാൻ ഒന്നെങ്കിൽ ഷോർട്സിന്റെ ലാസ്റ്റോ എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ ഇട്ട് കാണിച്ചു തരാം അന്ന് കണ്ട ആളെയൊക്കെ. അപ്പൊ ഞാൻ നാഗവല്ലിയുടെ ചിലങ്ക എല്ലാം ഇടാം നമുക്കിപ്പോ. അയ്യോ എന്റെ കമ്മല്. ഇതാണ് എന്റെ കമ്മല്. ഇനി ഞാൻ തപ്പണം. ഈ വീഡിയോ കഴിഞ്ഞിട്ട് വേണം ആടി തപ്പാൻ. എന്റെ ഒരു കമ്മല് കാണുന്നില്ല. അയ്യോ എന്റെ കമ്മല്. മാല സെയിം ആണ്, പക്ഷെ കമ്മല് ഡിഫറെന്റ് ആണ്. നമ്മള് ഹായ് ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്ക് എന്ന് പറയാൻ പറ്റില്ല, ഞാനിത് മിക്കവാറും ഊരിക്കളയും. പ്രിയരാഗം പാടാൻ വയ്യ. നിനക്ക് എന്താ അലകളുടെ പ്രണയം. യൂട്യൂബ് പാട്ടൊന്നും തരുന്നില്ല, അതുകൊണ്ട് നമുക്ക് പാട്ട് പാടാൻ പറ്റുന്നില്ല. നമുക്ക് പോസ് ചെയ്ത് പാടാം. മലയാളി പെണ്ണെ നിന്റെ മുഖശ്രീരായിരം മതി മതി. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് പോസും കൂടി. Bye guys. Bye.